മൈക്രോസ്കോപ്പ് ടെലിസ്കോപ്പ് എന്നുള്ളത് ഒരുപാട് മക്കൾക്ക് ഏറ്റവും പ്രയാസമുള്ള ടോപ്പിക് ആണെന്നുള്ളത് ഒരുപാട് മക്കൾ മെസ്സേജ് അയച്ച് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ പറയും മക്കളെ, ഇത് ഭയങ്കര സിമ്പിൾ ആണ്. ഒരു 6 പോയിന്റ് എന്റെ കൂടെ നിന്ന് മക്കൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ മൈക്രോസ്കോപ്പ് ടെലിസ്കോപ്പിൽ ഏത് കൊലകൊമ്പൻ ചോദ്യത്തെയും നമുക്ക് നിഷ്പ്രയാസം നേരിടാൻ പറ്റും. സോ മൈക്രോസ്കോപ്പ് ടെലിസ്കോപ്പിനെ കുറിച്ച് നിങ്ങൾ ഏറ്റവും കൂടുതൽ അറിയേണ്ടത് എന്താ അറിയോ? എന്തിനാ മൈക്രോസ്കോപ്പ്? മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ യൂസ് ടു സീ സ്മോൾ ഒബ്ജക്ട്, ചെറിയ ആൾക്കാരെ, ചെറിയ വസ്തുവിനെ കാണാൻ വേണ്ടിയിട്ടാണ് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുക. എന്തിനാ മക്കളെ ടെലിസ്കോപ്പ്? യൂസ് ടു സീ ഡിസ്റ്റന്റ് ഒബ്ജക്ട്, ദൂരെയുള്ള വസ്തുക്കളെ കാണാൻ വേണ്ടിയിട്ടാണ് ടെലിസ്കോപ്പ് യൂസ് ചെയ്യുക. നോക്കണേ, മൈക്രോസ്കോപ്പിൽ 2 ലെൻസ് ഉണ്ടടാ. എത്ര ലെൻസാ? 2 ലെൻസ്. വൃത്തിക്ക് ശ്രദ്ധിച്ചോട്ടോ, സാർ വൃത്തിക്ക് പറഞ്ഞുതരാം. 2 ലെൻസ്. ടെലിസ്കോപ്പിലോ അതിൽ 2 ലെൻസ്. ഇനി മൈക്രോസ്കോപ്പിനെ കുറിച്ച് മാത്രമേ പറയുള്ളൂ, ടെലിസ്കോപ്പ് കൂടെ പറയൂല. മൈക്രോസ്കോപ്പിൽ 2 ലെൻസ് ഉണ്ട്. ഒന്നിനെ വിളിക്കുന്ന പേരാണ് ഒബ്ജക്റ്റീവ്, മറ്റൊന്നിനെ വിളിക്കുന്ന പേരാണ് ഐ പീസ്. എന്താ വിളിക്കാം? ഒന്നിനെ വിളിക്കുന്ന പേര് ഒബ്ജക്റ്റീവ്, മറ്റൊന്നിനെ വിളിക്കുന്ന പേരാണ് ഐ പീസ്. നോക്കണേ, എന്താ സാറേ ഒബ്ജക്റ്റീവ്? ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഇല്ലടാ, നമ്മുടെ വസ്തു ഇല്ലടാ, അതിന്റെ തൊട്ടടുത്ത് വെക്കുന്ന ലെൻസാണ് ഒബ്ജക്റ്റീവ്. എടാ ഇതാണ് നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ നോക്കണ്ടേ. സോ ഇതിന്റെ അടുത്തൊരു ലെൻസ് വെക്കൂലേ, അതാണ് ഒബ്ജക്റ്റീവ് ലെൻസ്. എന്താ സാറേ ഐ പീസ്? നമ്മളിങ്ങനെ കണ്ണുകൊണ്ട് നോക്കൂലേ, അതാണ് ഐ പീസ് ലെൻസ് എന്ന് പറയുന്നത്. അത് കിട്ടി. ഇനി നോക്കണേ, ഒബ്ജക്റ്റ് എവിടെ വെക്കുക? നമ്മൾ ബിറ്റ്വീൻ എഫ് ആൻഡ് 2F. മൈക്രോസ്കോപ്പിൽ ഒബ്ജക്റ്റ് എവിടെ വെക്കാൻ ചോദിക്കും? ബിറ്റ്വീൻ എഫ് ആൻഡ് 2F. എഫിനും 2Fനും ഇടയിൽ വെക്കുക. ചില ആൾക്കാർ എഴുതും ലെൻസിന്റെ അടുത്ത്. അങ്ങനെയല്ല എഴുതണ്ടേ. എവിടെ എഴുതണ്ടേ? എഫിനും 2Fന്റെ ഇടയിലാണ് വെക്കുക. എവിടെ ഇമേജ് കിട്ടുക? മൈക്രോസ്കോപ്പിൽ എഫും 2Fനും ഇടയിൽ ഒബ്ജക്റ്റിന് വെച്ച് ഇമേജ് കിട്ടുക ബിയോണ്ട് 2F. ഓർത്തോളജി ഇമ്പോർട്ടന്റ് ആണ്. ബിയോണ്ട് 2F ആണ് ഇമേജ് കിട്ടുന്നുണ്ടാവുക. സോ മൈക്രോസ്കോപ്പിൽ അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത പോയിന്റ്, ഫോക്കൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസ് ഈസ് സ്മോൾ. സാറേ മനസ്സിലായില്ല. എടാ 2 ലെൻസ് ഉണ്ട് ഞാൻ പറഞ്ഞു. മൈക്രോസ്കോപ്പിൽ 2 ലെൻസ് ഉണ്ട്. ഒബ്ജക്റ്റീവ് ഉണ്ട്, ഐ പീസും ഉണ്ട്. നിങ്ങൾ ഒരു കാര്യം ആലോചിക്കും കേട്ടോ, മൈക്രോസ്കോപ്പിന്റെ ഒബ്ജക്റ്റ് ചെറുതല്ലടാ ഉണ്ടാവുക. ചെറിയ ഒബ്ജക്റ്റ്, ഉറുമ്പ്, അങ്ങനെ ചെറിയ ഒബ്ജക്റ്റ് ഉണ്ടാവുക. ചെറിയ ഒബ്ജക്റ്റ് കാണാൻ വലിയ ലെൻസ് വേണോ? ഇല്ല. മൈക്രോസ്കോപ്പിന്റെ ഒബ്ജക്റ്റീവ് ലെൻസ് ചെറുത് മതി. കാരണം എന്താ? ചെറിയ ഒബ്ജക്റ്റാ. അപ്പൊ ചെറിയ ഒബ്ജക്റ്റീവ് ലെൻസ് മതി. അപ്പൊ ഓർത്ത് വെക്കുക, മൈക്രോസ്കോപ്പിന്റെ ഒബ്ജക്റ്റീവ് ലെൻസ് സ്മോൾ ആണ്. അപ്പൊ ഐ പീസ് എന്തായിരിക്കും? ലാർജ് ആയിരിക്കും. അത്രേ പഠിക്കാനുള്ളൂ. ഐ പീസ് എന്തായിരിക്കും? ലാർജ് ആയിരിക്കും. നേരെ ടെലിസ്കോപ്പിലേക്ക് വരാം. ടെലിസ്കോപ്പിൽ ഞാൻ പറഞ്ഞല്ലോ 2 ലെൻസ് ഉണ്ട്. സെയിം പരിപാടി തന്നെയാണ്. ടെലിസ്കോപ്പിൽ ഒബ്ജക്റ്റിനെ വെക്കേണ്ടത് എവിടെയാ? സാറേ ടെലിസ്കോപ്പിലെ ഒബ്ജക്റ്റ്, ടെലിസ്കോപ്പ് പറഞ്ഞാൽ നമുക്ക് ദൂരേക്കുള്ള നക്ഷത്രങ്ങളൊക്കെ നോക്കാനുള്ളതല്ലേ. ആ ഒബ്ജക്റ്റ് നമുക്ക് പിടിച്ചിവിടെ കൊണ്ടുവന്ന് വെക്കാൻ പറ്റൂല. സോ എവിടെ ഉണ്ടാവുക? ഒബ്ജക്റ്റ് എവിടെ ഉണ്ടാവും? ഇൻഫിനിറ്റിയിൽ, അത്ര ദൂരത്ത് ഉണ്ടാവുക, അനന്തതയിൽ ഉണ്ടാവുക. പ്രശ്നമില്ല. സോ ഈ ടെലിസ്കോപ്പിന്റെ ഒബ്ജക്റ്റീവ് ലെൻസ് എങ്ങനെ വേണം? ആലോചിച്ചുകൂടെ, ഒബ്ജക്റ്റ് നക്ഷത്രങ്ങൾക്ക് വലുതാ. അപ്പൊ ഒബ്ജക്റ്റീവ് ലെൻസ് ചെറുത് വെക്കാൻ പറ്റുമോ? ഇല്ല. ഒബ്ജക്റ്റീവ് ലെൻസ് വലുത് വേണം. അപ്പൊ ടെലിസ്കോപ്പിൽ ഒബ്ജക്റ്റീവ് ലെൻസ് വലുത് വേണം. അപ്പൊ ഐ പീസ് ചെറുത് വേണം. ലാസ്റ്റ് ഈ ഒരു സ്ഥാനമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ആലോചിക്കുക, സാറേ മൈക്രോസ്കോപ്പ് ആണ്. മൈക്രോസ്കോപ്പിൽ ഒബ്ജക്റ്റ് ചെറുതല്ലേ, അപ്പൊ ഒബ്ജക്റ്റീവ് ലെൻസ് ചെറുത് മതി. ടെലിസ്കോപ്പിൽ ഒബ്ജക്റ്റ് വലുതല്ലേ, അപ്പൊ ഒബ്ജക്റ്റീവ് ലെൻസ് വലുത് വേണം എന്ന് മനസ്സിലാക്കി വെച്ചാൽ മൈക്രോസ്കോപ്പും ടെലിസ്കോപ്പിൽ ഏത് ചോദ്യം നിങ്ങൾക്ക് സെറ്റാക്കി പഠിക്കാൻ പറ്റും. സോ ഒരുപാട് ചോദ്യങ്ങൾ സാർ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇന്ന് കൃത്യം 7:30 ലൈവിൽ മക്കളെ മറക്കല്ലേ, അടിപൊളിയായിട്ട് സാർ അവിടെ പറയുന്നുണ്ടാവും. അപ്പൊ ഓക്കെ, ഗുഡ് ബൈ.